നമസ്കാരം, എൻ്റെ പേര് അഭിഷേക്. ഞാൻ വരുന്നത് SMV ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് കേരള പോലീസിൻ്റെ DDAT പദ്ധതിയുടെ സൈക്കോളജിസ്റ്റായ ജെനിഫർ മാഡമാണ്. കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന അമിതമായ ഡിജിറ്റൽ ഉപയോഗത്തെപ്പറ്റിയും അവ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാമെന്ന വിഷയത്തെപ്പറ്റിയും മാഡം ഇന്ന് നമ്മോട് സംസാരിക്കും. മാഡം, ഈ വർത്തമാന കാലത്ത് രക്ഷിതാക്കളും കുട്ടികളും ഒരുപോലെ ഡിജിറ്റൽ ഉപയോഗം കൂടി വരികയാണ്. ഇതിൽ കുട്ടികളിൽ ഡിജിറ്റൽ അഡിക്ഷൻ വർദ്ധിച്ചു വരികയാണ്. എന്താണ് ഡിജിറ്റൽ അഡിക്ഷൻ? ഡിജിറ്റൽ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്, സ്മാർട്ട് ഫോൺ, ടാബ് ഇതുപോലത്തെ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് കൂടുതൽ സമയം ഉപയോഗിക്കുകയും അത് നമ്മൾ ഡേ ടു ഡേ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നു. അതായത് ഫങ്ഷനിങ്സ് എന്ന് പറയും, സ്കൂൾ ലൈഫ് അല്ലെങ്കിൽ ഓക്യുപ്പേഷണൽ സോഷ്യൽ ഇൻട്രാക്ഷൻസ്, ഇതിനൊക്കെ അഫക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ ഡിജിറ്റൽ അഡിക്ഷൻ എന്ന് പറയുന്നത്. നോർമലി നമ്മൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയും പഠിക്കാൻ വേണ്ടിയും ഒക്കെ ഫോൺ ഉപയോഗിക്കുന്നത് നോർമൽ യൂസാണ്. ഇനി അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജാണ് ഓവർ യൂസ് എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ സ്ക്രീൻ ടൈം കൂടുതലായിരിക്കും, പ്ലസ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കുട്ടികളിൽ ഉണ്ടാകുന്നുണ്ട്. അഡിക്ഷൻ എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. അൺകൺട്രോളബിൾ യൂസ് ആയിരിക്കും, അതുപോലെ തന്നെ ഫോൺ വാങ്ങുമ്പോൾ ഇറിറ്റേഷൻ പ്രകടിപ്പിക്കുകയും ചെയ്യും, പിന്നെ ഫങ്ഷനിങ്സിനെ അഫക്റ്റ് ചെയ്യുന്നു, പഠനത്തെ അഫക്റ്റ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഡിജിറ്റൽ അഡിക്ഷൻ എന്ന് പറയുന്നത്. എനിക്കോ എൻ്റെ കൂടെയുള്ള മറ്റുള്ളവർക്കോ ഡിജിറ്റൽ അഡിക്ഷൻ ഉണ്ടെന്ന് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? കുറേ സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് പ്രീ ഓക്യുപ്പേഷൻ ആയിരിക്കും. അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക, എപ്പം കയ്യിൽ ഫോൺ കിട്ടും എന്നുള്ള ഒരു ചിന്തയിൽ നിൽക്കുക. പിന്നെ ഫോൺ ഇല്ലാത്ത സന്ദർഭങ്ങളിൽ ഒരു ഇറിറ്റേഷൻ പ്രകടിപ്പിക്കുക. അതുപോലെ തന്നെ സ്ക്രീൻ ടൈം വളരെ അധികമായിരിക്കും. പിന്നെ ഈ പറയുന്ന സോഷ്യൽ ഫങ്ഷനിങ്സ്, നമ്മൾ പഠനകാര്യമായാലും മറ്റുള്ളവരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതായാലും ഇതുപോലത്തെ നമ്മൾ വേരിയസ് ഏരിയ ഓഫ് ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡിജിറ്റൽ അഡിക്ഷൻ ഉണ്ടെന്നുള്ളതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ്. ഇൻ്റർവെൻഷൻ നമ്മൾ കൊടുക്കേണ്ടതാണ്. കുട്ടികൾ കൂടുതലായി വീഡിയോ ഗെയിം കളിക്കുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും സ്വഭാവ മാറ്റം വരുന്നുണ്ടോ? സ്വഭാവ മാറ്റം വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഒന്ന് നേച്ചർ ഓഫ് ഗെയിം, അവർ കളിക്കുന്ന ഡ്യൂറേഷൻ, അവരുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. സ്വഭാവ മാറ്റം വരാം. ഇറിറ്റേഷൻ, അതായത് വയലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഗെയിംസ് കളിക്കുന്ന കുട്ടികളിൽ ഇറിറ്റേഷൻ ആൻഡ് അഗ്രഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മുടെ കാലഘട്ടത്തിൽ ഒരുപാട് സൈബർ സ്കാമുകൾ നടന്നു വരുന്നുണ്ട്. അതിലൊന്നാണ് സൈബർ ഗ്രൂമിങ്. മാഡം, എന്താണ് ഈ സൈബർ ഗ്രൂമിങ്? സൈബർ ഗ്രൂമിംഗ് എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യലി ഒരു അഡൾട്ട് ഒരു കുട്ടീനെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഒരു ബന്ധം സ്ഥാപിച്ച ശേഷം അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിനാണ് സൈബർ ഗ്രൂമിംഗ് എന്ന് പറയുന്നത്. സൈബർ ഗ്രൂമിങ്ങിന് വേരിയസ് സ്റ്റേജസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, പിന്നെ ആ കുട്ടിയുടെ ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു. അതിനുശേഷം കുട്ടീനെ ഐസൊലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതായത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്യുന്നു. ഈ ഒരു റിലേഷൻഷിപ്പിനെ സീക്രട്ടീവായിട്ട് വെക്കാൻ പറയും, റിലേഷൻഷിപ്പ് ഓർ ഫ്രണ്ട്ഷിപ്പ് സീക്രട്ടീവായിട്ട് വെക്കാൻ പറയുന്നു. അതിനുശേഷം അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. പൊട്ടൻഷ്യലി ബ്ലാക്ക് മെയിലൊക്കെ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതിനാണ് സൈബർ ഗ്രൂമിംഗ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഓൺലൈനിൽ കാണുന്ന അപരിചിതരെ നമ്മൾക്കറിയാവുന്ന ആളുകളെക്കാൾ കൂടുതലായി വിശ്വസിക്കുന്നത്? ഇവിടെ ഒരു പ്രിൻസിപ്പിളുണ്ട്, സോഷ്യൽ ഡിസ്ഇൻഹിബിഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ ഓൺലൈൻ സോഷ്യൽ പ്ലാറ്റ്ഫോംസിൽ അതായത് റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ നമുക്കൊരു ഫിൽറ്ററിൻ്റെ ആവശ്യമുണ്ട് മറ്റുള്ളവരായിട്ട് ഇടപെടുമ്പോൾ. പക്ഷേ ഓൺലൈനിൽ ബിക്കോസ് ഓഫ് അനോണിമിറ്റി, നമ്മൾ ആരാണെന്ന് മറ്റുള്ളവർക്ക് അറിഞ്ഞിടും. മിക്കവാറും നമ്മൾ ഉപയോഗിക്കുന്ന ഫേക്ക് അക്കൗണ്ട്സ് ആയിരിക്കും. അനോണിമിറ്റി, എൻ്റെ ഐഡൻറ്റിറ്റി പുറത്ത് വരില്ല, ജഡ്ജ് ചെയ്യില്ല എന്നൊക്കെ കുറേ കാരണങ്ങൾ കൊണ്ട് കുട്ടികൾ അവരുടെ ട്രൂ സെൽഫിനെ പുറത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു സ്പേസാണ്. അതുപോലെ തന്നെ ഓൺലൈൻ ഗ്രൂമിങ്ങിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ സീക്രസി, അതൊരു എക്സൈറ്റ്മെൻറ്റ് കുട്ടികളിൽ ക്രിയേറ്റ് ചെയ്യും. ഇതൊക്കെ കാരണം കൊണ്ട് നമ്മൾ പെട്ടെന്ന് വേറൊരാളെ ട്രസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. കുട്ടികൾക്ക് ഡിജിറ്റലി ഉള്ള ഈ ഉപയോഗം സ്വയം കുറയ്ക്കാൻ സാധിക്കും? സ്വയം കുറയ്ക്കാൻ സാധിക്കും. അഡിക്ഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പ്രൊഫഷണലുടെ ഹെൽപ്പ് ആവശ്യം വരും. സ്വയം അല്ലാതെ നമുക്ക് സ്ക്രീൻ ടൈം റെഡ്യൂസ് ചെയ്യാനായിട്ട്, ഓവർ യൂസൊക്കെ ആണെങ്കിൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് പല മാർഗങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്ന ആദ്യം റൂട്ട് കോസ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. ബോർഡം കൊണ്ടാണോ ഫോൺ കൂടുതൽ സമയം ഉപയോഗിക്കുന്നത്, അതോ ചില ആക്ടിവിറ്റീസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണോ നമ്മൾ ഫോൺ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, എന്താണോ റീസൺ അത് ആദ്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പിന്നെ സിമ്പിളായിട്ടുള്ള റൂൾസ് നമുക്ക് തന്നെ നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് 30 മിനിറ്റ്സ് മാത്രം ഇൻ്റർനെറ്റ് സർഫ് ചെയ്യുക,
ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുക, അല്ലെങ്കിൽ പഠിച്ച ശേഷം മാത്രമേ ഞാൻ ഫോൺ ഉപയോഗിക്കൂ എന്ന് പറഞ്ഞ് കുറച്ച് റൂൾസ് നമ്മൾ തന്നെ നമുക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ തേർഡ്, നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്തിടാം. കാരണം നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ്റെ സൗണ്ട് നമുക്കൊരു ഡോപ്പമിൻ റഷ് തരുന്നുണ്ട്. അത് നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യുന്നത് വഴി നമുക്ക് കുറച്ച് ഡിസ്ട്രാക്ഷൻ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യാനായിട്ട് ഇപ്പം ആൻഡ്രോയിഡ് ഫോണൊക്കെ ആണെങ്കിൽ ഡിജിറ്റൽ വെൽബീയിങ് എന്ന് പറഞ്ഞ ആപ്പുണ്ട്. നമുക്ക് ടൈം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ 1 മണിക്കൂർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ്സ് റെഡ്യൂസ് ചെയ്ത് 55 മിനിറ്റ്സ് എന്നുള്ളൊരു ടൈം സെറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ കുറച്ച് ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഔട്ട് ഓഫ് സൈറ്റ് എന്ന് പറയുമ്പോൾ ഔട്ട് ഓഫ് റൂമിൽ, അതായത് ഫോൺ വേറൊരു റൂമിലോട്ട് മാറ്റി വെക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഡിസ്ട്രാക്ഷൻ കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഓവർ യൂസ് അല്ലെങ്കിൽ ചെറുതായിട്ട് അഡിക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഒരു മാർഗം വഴിയും നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കേണ്ടി വരും. ഓവർ യൂസ് ഒക്കെ ആണെങ്കിൽ ഈ പറയുന്ന സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് കുറച്ചൊക്കെ നമുക്ക് സ്ക്രീൻ ടൈം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എഗെയിൻ പാരൻസിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവണം. പാരൻസും ഈ നമ്മൾ ഈ റൂൾസ് സെറ്റ് ചെയ്യുമ്പോൾ പാരൻസിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. വീട്ടിലുള്ള എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്ത് ഈ പറയുന്ന റൂൾസ് ഫോം ചെയ്യാനായിട്ട് നോക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് അഡിക്ഷൻസ് വന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഈ ഡിജിറ്റൽ അഡിക്ഷൻ പെട്ടെന്ന് അങ്ങ് മാറ്റിക്കളയാൻ പറ്റും. ഡിജിറ്റൽ അഡിക്ഷൻ മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഡിജിറ്റൽ അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു ബിഹേവിയറൽ അഡിക്ഷനാണ്. ഏതൊരു ബിഹേവിയറേയും പോലെയും നമുക്ക് ഈ ഒരു ബിഹേവിയർ മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ ഒരു ഫിക്സ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു ഓവർ നൈറ്റ് കൊണ്ട് നമുക്ക് ഡിജിറ്റൽ അഡിക്ഷൻ മാറ്റിയെടുക്കാൻ പറ്റില്ല. ഒരുപാട് സമയം ആവശ്യം വരും. അതുപോലെ തന്നെ അവയർനെസ്, സപ്പോർട്ട്, മറ്റുള്ളവരുടെ സപ്പോർട്ടൊക്കെ ആവശ്യം വരും നമുക്ക്. ഒരു ക്വിക്ക് ഫിക്സ് ഇതിനില്ല. പക്ഷെ ബിഹേവിയർ അഡിക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് മാറ്റാനും പറ്റും. മാഡം, ഇന്നത്തെ കാലത്ത് അമ്മമാർ കൊച്ചു കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയോ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയോ മൊബൈൽ ഫോണാണ് കയ്യിൽ കൊടുക്കുന്നത്. ഇത് ശരിയായൊരു പ്രവണതയാണോ? ഇത് കുട്ടികളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ശരിയായ ഒരു പ്രവണതയാണോ എന്ന് ചോദിച്ചാൽ ശരിക്കുമല്ല. പണ്ടൊക്കെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് പുറത്ത് കൊണ്ടുപോയും കുറേ കാഴ്ചകൾ കാണിച്ചു കൊടുക്കുകയും അങ്ങനെയായിരുന്നു ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം എന്ന് പറയുമ്പോൾ സ്ക്രീനിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. അത് അമ്മമാർക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്. പക്ഷേ കുട്ടികൾക്ക് അത് ഭയങ്കര ഡേഞ്ചറായിട്ട് മാറാവുന്ന ഒരു കാര്യമാണ്. അപ്പം ഒരുപാട് സമയം സ്ക്രീൻ എക്സ്പോസ് ആവുന്നത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരാം. നമ്മളെ WHO പറയുന്നത്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് 2 വയസ്സുള്ള കുട്ടികൾക്ക് നോ സ്ക്രീൻ ടൈം എന്നാണ്. അവർക്ക് സ്ക്രീൻ ടൈമേ പാടില്ല എന്നാണ്. അപ്പം മിക്കവാറും അവർ ഇട്ട് കൊടുക്കുന്നത് കാർട്ടൂൺസ് ആയിരിക്കും. ഇതിൽ പല കാർട്ടൂൺസ് എന്ന് പറയുന്നത് ഹൈലി സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള കാർട്ടൂൺസാണ്. ഇത് ഭാവിയിൽ ADHD, ഹൈപ്പർ ആക്ടിവിറ്റി ഇതുപോലത്തെ കാര്യങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. മോസ്റ്റ്ലി അവോയ്ഡ് ചെയ്യുക. നമ്മൾ ഓൾഡ് സ്കൂൾ ടൈപ്പ് പുറത്ത് കുട്ടികളെ കൊണ്ടുപോയി കുറേ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് ഭക്ഷണം കൊടുക്കുന്നത് ഒരു ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. DDAD പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? DDADൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അവയർനെസ് ക്ലാസ്സസ് കൊടുക്കാറുണ്ട്. എല്ലാ സ്കൂൾസിലും അവയർനെസ് പ്രോഗ്രാംസ് ആയിട്ട് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇനി ഗ്രൂപ്പ് കൗൺസിലിംഗ്, അവയർനെസ് ക്ലാസ്സസിൽ തന്നെ നമ്മൾ IAT എന്ന് പറയുന്ന ഒരു സ്കെയിൽ യൂസ് ചെയ്യാറുണ്ട്. ആ സ്കെയിലിൽ ഹൈ സ്കോർ വരുന്ന കുട്ടികൾക്ക് ഗ്രൂപ്പ് കൗൺസിലിംഗ് സെഷൻസ് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ കൗൺസിലിങ്സ്, പേരൻസോ കുട്ടികളോ ഡയറക്റ്റായിട്ട് വിളിച്ചിട്ട് DDAD സെൻറ്ററുകളിൽ വന്ന് കൗൺസിലിംഗ് എടുക്കാറുണ്ട്. ചില കേസസിൽ ചിലപ്പോൾ ഫാമിലി കൗൺസിലിങ്ങിൻ്റെയൊക്കെ ആവശ്യം വരാറുണ്ട്. അപ്പോൾ ഫാമിലി കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. ഇതാണ് മേജർലി DDADൽ ചെയ്യുന്നത്. കുട്ടികൾക്ക് ഡിജിറ്റൽ അഡിക്ഷൻ ഉണ്ടായാൽ കുട്ടികൾക്കോ പാരൻസിനോ എങ്ങനെ DDADനെ സമീപിക്കാം? നമുക്കൊരു ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്. ചിരി ഹെൽപ്പ് ലൈനാണ്. 9497 900-200 ഇതാണ് ഹെൽപ്പ് ലൈൻ നമ്പർ. ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അവിടെ നിന്ന് പിന്നെ നമുക്ക് ഒരു DDADനൊരു പ്രോജക്റ്റ് കോർഡിനേറ്റർ ഉണ്ട്. അവർക്ക് ഈ ഒരു നമ്പർ കിട്ടും. അവരാണ് കോൺടാക്റ്റ് ചെയ്യുന്നത്. ഇനിഷ്യലി ഒരു അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്യും. അതിനുശേഷം വരും കൗൺസിലിങ്ങിനായിട്ട് DDAD സെൻറ്റേഴ്സിൽ വരെയാണ് ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്ന് അസസ്മെൻറ്റ് ചെയ്യും. അഡിക്ഷൻ്റെ ലെവൽ അനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. മോസ്റ്റ്ലി CBT ഇതുപോലത്തെ തെറപ്പീസ് ആയിരിക്കും കൊടുക്കുന്നത്. ഡിജിറ്റലി അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ കൗൺസിലിംഗ് ചെയ്യുന്ന മാഡം പറഞ്ഞല്ലോ. ഈ കൗൺസിലിംഗ് എത്ര സെഷനിലൂടെ ആയിരിക്കും പോകുന്നുണ്ടായിരിക്കുക? അല്ലെങ്കിൽ ഈ കൗൺസിലിംഗ് ഡ്യൂറേഷൻ എത്രയായിരിക്കും? പേഴ്സൺ ടു പേഴ്സൺ കൗൺസിലിംഗ് സെഷൻ ഡിപ്പെൻഡ് ആവും. ഓരോ കുട്ടികളും ഡിഫറെൻ്റ് ആയിരിക്കും. അവരുടെ അഡിക്ഷൻ ലെവൽ ഡിഫറെൻ്റ് ആയിരിക്കും. വേറെ കൺസേൺസ്, കോമോർബിഡിറ്റി എന്ന് പറയുന്ന ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. സിവിയർലി അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു 20 സെഷൻസ് ഒക്കെ നമുക്ക് ആവശ്യം വരും. അപ്പം അത് ഓരോ വ്യക്തിക്കനുസരിച്ച് നമുക്ക് സെഷൻസും അതുപോലെ തന്നെ തെറപ്പി രീതികളിലും മാറ്റം വരും എന്നുള്ളതാണ്.
മാഡം, ഡിജിറ്റൽ അഡിക്ഷൻ എത്ര ടൈപ്സ് ഉണ്ട്? അത് ജസ്റ്റ് ഒന്ന് നമുക്ക് വേണ്ടി എലാബറേറ്റ് ചെയ്യാൻ കഴിയൂ? മെയിൻലി 5 ടൈപ്പ് ഓഫ് ഡിജിറ്റൽ അഡിക്ഷൻ ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് കമ്പൾസീവ് ഇൻഫർമേഷൻ സീക്കിംഗ് എന്ന് പറയും. അപ്പം നിങ്ങളെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്നത് എന്താണ്? ഇൻ്റർനെറ്റിൽ പോവും, ഒരുപാട് ഇൻഫർമേഷൻസ് അവിടെ കാണും അല്ലേ? ഇൻഫർമേഷൻസ് ഓരോന്നായിട്ട് റീഡ് ചെയ്യുക. ഇത് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കമ്പൾസീവ് ബിഹേവിയർ ആയിട്ട് മാറും, കുറേ ഇൻഫർമേഷൻസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കമ്പൾസീവ് ഇൻഫർമേഷൻ സീക്കിംഗ് ഒന്ന്. നെറ്റ് കമ്പൾസീവായിട്ട് നെറ്റ് ഉപയോഗിക്കുന്നത്. മറ്റൊന്നെന്ന് പറയുമ്പോൾ സൈബർ സെക്സ് അഡിക്ഷൻ എന്ന് പറയും. കൺസെൻഷ്വലായിട്ട് 2 ഇൻഡിവിജ്വലോ അല്ലാതെയോ സെക്ഷൽ തിങ്സ് ചാറ്റ് ചെയ്യുന്നതും ബാക്കി കാര്യത്തിനാണ് സൈബർ സെക്സ് അഡിക്ഷൻ എന്ന് പറയുന്നത്. ഇനി കമ്പൾസീവ് റിലേഷൻഷിപ്പ്, ഇൻ്റർനെറ്റിൽ റിലേഷൻഷിപ്പ് ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗെയിമിംഗ് അഡിക്ഷൻ. പിന്നെ 5ആയിട്ടാണ് വരുന്നത്. ഗെയിമിംഗ് അഡിക്ഷൻ അറിയായിരിക്കും. നമ്മൾ ഗെയിംസ് ഒരുപാട് സമയം ഉപയോഗിക്കുകയും നമ്മൾ ഡെയിലി ലൈഫ് ഫങ്ഷനിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗെയിമിംഗ് അഡിക്ഷൻ എന്ന് പറയുന്നത്. ഈ 5ആണ് പ്രിഡോമിനൻ്റ്ലി ഉള്ളത്. ഇനിയും വേറെ ടൈപ്സ് ഉണ്ട്. ഈ ഷോപ്പിംഗ് അഡിക്ഷൻ, അതായത് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിൽ നിന്ന് ഒരുപാട് ഷോപ്പ് ചെയ്യുന്നത്, അതായത് നമ്മൾ ഫിനാൻഷ്യൽ റെസ്ട്രിക്ഷൻസ് പോലും നമ്മൾ വകവരുത്താതെ ഷോപ്പ് ചെയ്യുന്നത്. മറ്റൊന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ അഡിക്ഷൻ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മാത്രം ആക്റ്റീവായിട്ടിരിക്കുക, സോഷ്യലി വിഡ്രോവലായിട്ടിരിക്കുക. ഇങ്ങനത്തെ കുറേ ടൈപ്സ് ഓഫ് അഡിക്ഷൻസ് ഉണ്ട്. ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ കുട്ടികൾ മാത്രമല്ല, എൽഡേഴ്സും നല്ലപോലെ ഫോൺ ഉപയോഗിക്കാറുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇത് കുട്ടികൾക്ക് മാത്രമാണോ അഡിക്ഷൻ ഉണ്ടാകുന്നത്? വലിയവർക്കും ഉണ്ടായിക്കൂടെ? അഡിക്ഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവാം. ഇപ്പം നമ്മൾ ഒരു വീട്ടിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഗ്രാൻഡ് ഫാദർ മുതൽ ഗ്രാൻഡ് ചൈൽഡ് വരെ, അതായത് ഏറ്റവും മുതിർന്ന ആൾ മുതൽ വളരെ കുഞ്ഞായിട്ടുള്ള ഇൻഡിവിജ്വൽ പോലും എന്താണ് ഫോണിലാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. ഫാമിലി ഇൻട്രാക്ഷൻസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം അഡിക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വരും. ഇപ്പം നമ്മളൊരു കുട്ടിയുടെ അഡിക്ഷൻ അഡ്രസ്സ് ചെയ്യുമ്പോൾ നോർമലി നമ്മൾ വീട്ടിലുള്ള എല്ലാവരുടെ അഡിക്ഷനെ അഡ്രസ്സ് ചെയ്യാതെ നമുക്കിരിക്കാൻ പറ്റില്ല. ഫാമിലി ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് ഒരു ഇതാണ്. നമ്മൾ പലപ്പോഴും കൗൺസിലിങ്ങിന് കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ഫാമിലി എക്സ്പെക്റ്റ് ചെയ്യുന്ന എന്താണ്? ഒരു ദിവസം കൊണ്ട് ആ കുട്ടിയുടെ അഡിക്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിന് ഫാമിലിയുടെ ഒരു സപ്പോർട്ടില്ലാതെ നമുക്കൊരിക്കലും 1 ഡേ കൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്നൊന്നും ഒരു കുട്ടിയുടെ അഡിക്ഷൻ മാറ്റാൻ പറ്റില്ല. നമ്മളൊരു കുട്ടിക്കൊരു റൂൾ ഇടുകയാണ്, ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പാരൻസും ഈ പറയുന്ന റൂൾസ് ഫോളോ ചെയ്യണം. മോസ്റ്റ്ലി കുട്ടികൾ പറയുന്ന കംപ്ലൈൻറ്റ് എന്താ? ചേച്ചി, ചേട്ടൻ അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ ഉപയോഗിക്കുന്നില്ല, അപ്പം ഞാൻ എന്തുകൊണ്ട് ഉപയോഗിച്ചുവിടാന്നുള്ളതാണ് കുട്ടികൾ ഏറ്റവും ആദ്യം ചോദിക്കുന്ന ചോദ്യം. അപ്പം ബേസിക്കലി എന്താണ്? നമ്മൾ അഡൾട്ട്സ് കുറച്ചും കൂടെ റെസ്പോൺസിബിളായിട്ട് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുക, അതുവഴി നമ്മൾ കുട്ടികൾക്കൊരു മോഡലായി മാറുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അഡൾട്ട്സ് ചെയ്യേണ്ടിയിരിക്കുന്നത്. ഒരു ഡീഡാഡ് സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ മാഡത്തിന് സമൂഹത്തിനോട് നൽകാനുള്ള സന്ദേശം എന്താണ്? ഈ ഒരു കറൻറ്റ് സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ അഡിക്ഷൻ എന്ന് പറയുന്നത് കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഏറ്റവും കൂടുതൽ അൺഅഡ്രസ്ഡ് ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പം നിലവിലുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഡിജിറ്റലൈസ്ഡ് വേൾഡിലാണ് ജീവിക്കുന്നത്. എല്ലാ കാര്യത്തിനും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ഡിജിറ്റൽ ഡിവൈസസ് ആണ്. അതുകൊണ്ട് തന്നെ അഡിക്ഷൻ ഉണ്ടെങ്കിൽ പോലും അത് കണ്ടുപിടിക്കാൻ വീട്ടിലുള്ളവർ താമസിക്കുന്നു എന്നുള്ളൊരു പ്രശ്നമാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പം നിങ്ങൾക്കോ നിങ്ങളുടെ കൂടെയുള്ള ആർക്കെങ്കിലോ ഡിജിറ്റലി അഡിക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡീഡാറ്റ് സെൻറ്റേഴ്സായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഈ ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്ത് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക.